ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ ബാധിച്ചത് സാധാരണക്കാരായ ജനങ്ങളെയാണ്. ഇപ്പോഴും കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ പാകിസ്ഥാൻ സൈന്യം തയ്യാറായിട്ടില്ല. ആകെ 140-ലധികം പോരാളികളെ വധിച്ചുവെന്ന് പാകിസ്ഥാൻ സൈന്യം അവകാശവാദം നടത്തുമ്പോൾ ഇത് വെറും പച്ച കള്ളമായി തന്നെ മാറുകയാണ്. ഇവിടെ ജീവൻ പൊലിഞ്ഞത് വെറും സാധാരണക്കാരായ ജനങ്ങളുടേത് മാത്രമല്ല. ബലൂചിസ്ഥാനിൽ ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ തന്നെ പാകിസ്ഥാൻ നടത്തുന്നത് പച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങളും കൂട്ടക്കൊലകളുമാണ് എന്ന് തുറന്നടിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ ബലൂച്ച് ആക്ടിവിസ്റ്റായ ഹക്കിം ബലൂച്ച്. പാകിസ്ഥാൻ രണ്ടായി തന്നെ പിളരുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഓർക്കാതെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം ആക്രമണങ്ങൾ ഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബലൂച്ച് നാഷണൽ മൂവ്മെന്റ് വിദേശകാര്യ വിഭാഗ വ്യക്തമായ ഹക്കിമാകട്ടെ പാകിസ്ഥാന്റെ കിരാത നടപടികൾക്കെതിരെ ആഗോള സമൂഹം അവിടെ രംഗത്തിറങ്ങി തന്നെ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി തന്നെ ബലൂചിസ്ഥാനിലെ ഗദ്വാർ, കൊറ്റ എന്നീ തുടങ്ങിയ പ്രദേശങ്ങൾ അവിടെ 10ഓളം നഗരങ്ങളിൽ ഓപ്പറേഷൻ ഹെറോഫ് എന്ന പേരിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ശക്തമായ തിരിച്ചടികളാണ് നൽകി വരുന്നത്. ഇതിൽ പരിഭ്രാന്തരായ പാക് സൈന്യമാകട്ടെ നിരായുധരായ ഗ്രാമീണരെയും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരെയും തടവിലാക്കിക്കൊണ്ട് വധിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ബലൂച്ച് പോരാളികൾ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്യുന്നു. അവർക്ക് മുന്നിൽ പതറുന്ന പാക് സൈന്യം പിന്നീട് പ്രതികാരദാഹികളായി തന്നെ സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോയി അവിടെ കാണാതാവുകയോ അല്ലെങ്കിൽ വ്യാജ ഏറ്റുമുട്ടലുകൾ വധിക്കുകയോ ചെയ്തു എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. ഇതൊരു തരം കൂട്ടായ ശിക്ഷാ നടപടിയാണ്. ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നതും. അതേപോലെ തന്നെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ മേഖലയുടെ സമാധാനത്തിന് വലിയ ഭീഷണിയായി മാറുകയാണ്. ബലൂചിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങൾ അത് കൊള്ളയടിക്കുവാനും ചൈനീസ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനും പാകിസ്ഥാൻ നടത്തുന്ന ഈ സൈനിക നീക്കങ്ങൾ അത് വിഫലമാകുകയുള്ളൂ എന്നതാണ് അദ്ദേഹം ഇവിടെ തുറന്നടിച്ചിരിക്കുന്നത്. സമാധാനപരമായ ചർച്ചകൾക്ക് പാകിസ്ഥാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആയുധമെടുത്തുള്ള പോരാട്ടം മാത്രമാണ് ഇനി ബലൂച്ച് ജനതയ്ക്ക് മുന്നിൽ ഏക വഴി എന്നതാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതേസമയം സ്ത്രീകളെ ചാവേർ ആക്രമണങ്ങൾക്കിരയാക്കി അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ കൂടുതലായി തന്നെ ശക്തമാക്കാൻ ബലൂച്ച് ലിബറേഷൻ ആർമി ഇവിടെ പരിശ്രമം നടത്തുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നതും. അതേപോലെ തന്നെ പാകിസ്ഥാൻ സർക്കാരിനെ യുവതി പരിഹസിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാന് ബലൂച്ച് ലിബറേഷൻ ആർമിയെ നേരിടാൻ ശേഷിയില്ല, അവർക്ക് ഭയമാണ്. ബലൂച്ച് സ്ത്രീകളെ നേരിടുന്നത് എത്ര ബുദ്ധിമുട്ടാണ് എന്നത് ഇന്ന് അവർക്കറിയാം എന്നതായിരുന്നു ഈ ഒരു യുവതി ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കിയത്. മാത്രമല്ല പാകിസ്ഥാനെ കടുത്ത ഭാഷയിൽ അവിടെ പരിഹസിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയതും. കയ്യിൽ വലിയ തോക്കുമായി തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമിയെ അവിടുത്തെ പുരുഷന്മാരോട് സംസാരിക്കുന്ന യുവതിയുടെ വീഡിയോ ആണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ആരംഭിച്ച ഈ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം അത് പാകിസ്ഥാനിലെ പ്രവിശ്യയിലെ നഗരങ്ങളും പട്ടണങ്ങളിലും നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുക്കുകയും ചെയ്തു. 17 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തന്നെ 50 പേർ കൊല്ലപ്പെട്ടു. ഇതിനു മറുപടിയായി 140 ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അംഗങ്ങളെ പാകിസ്ഥാൻ സുരക്ഷാ സേന 40 മണിക്കൂർ നീണ്ട പോരാട്ടത്തിൽ വധിച്ചതായി തന്നെ ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.